ഗ്രേപ്സ് IDMRൻ്റെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലുകളിൽ നമുക്ക് പേഷ്യൻറ്റിനെ IP അഡ്മിഷനിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സാഹചര്യത്തിലും പേഷ്യൻറ്റിനെ ഒരു റെഫറൽ മറ്റൊരു സ്ഥാപനത്തിലേക്ക് വിടുന്ന സാഹചര്യത്തിലും ഒബ്സർവേഷനിലായിരുന്ന എമർജൻസി മെഡിസിനിലോ ആയിരുന്ന പേഷ്യൻറ്റിനെ ഒരു ഡയഗ്നോസിസ് പർപ്പസിന് വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു തെറാപ്യൂട്ടിക് നീഡിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തോ ആ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻസും ആ പേഷ്യൻറ്റിന് കൊടുത്തേക്കുന്ന മെഡിക്കേഷൻസും മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസ്ചാർജ് സമ്മറിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അതിന് ഒരു സമ്മറി ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്, അത് ഡിസ്ചാർജ് ആണെങ്കിലാണ് ഡിസ്ചാർജ് സമ്മറി ആകുക, അതർവൈസ് ഇൻ്റർമീഡിയറ്റ് ഒരു ട്രാൻസ്ഫർ ആണെങ്കിൽ സമ്മറി ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള സംവിധാനം നമ്മൾ നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൽ ഇൻ്റഗ്രേറ്റഡ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൽ വെച്ചിട്ടുണ്ട്. ഇത് AAC എന്ന് പറയുന്ന ചാപ്റ്ററിലെ 3ാമത്തെ സ്റ്റാൻഡേർഡിനകത്തുള്ള ലാസ്റ്റ് 4ാമത്തെ D എന്ന് പറഞ്ഞ കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റാണ്. ദ ഓർഗനൈസേഷൻ ഗിവ്സ് എ സമ്മറി ഓഫ് ദ പേഷ്യൻസ് കണ്ടീഷൻ ഓർ ട്രീറ്റ്മെൻറ്റ് ഗിവൺ. അതിൽ ഒരു മെഡിസിൻസ് കൊടുത്തതാകാം, ഒരു പ്രൊസീജിയർ ചെയ്തതാകാം, അങ്ങനെയുള്ള കാര്യങ്ങളുടെ. ഇനി ഇത് കൊടുക്കുന്നതിന് നമ്മുടെ പേഷ്യൻ്റ് നമ്മൾ പറഞ്ഞ അനുസരിച്ച് പുറത്തേക്ക് പോകുന്ന കണ്ടീഷൻ മാത്രമൊന്നുമല്ല കേട്ടോ. ഇൻ കേസ് ആ പേഷ്യൻ്റ് കണ്ടീഷൻ വെച്ചിട്ട് അവരുടെ ബൈസ്റ്റാൻഡേഴ്സിന്, ബന്ധുക്കൾക്ക് നമുക്ക് ഇവിടെ സേഫ് അല്ല എന്നൊരു തോന്നലുണ്ടായാൽ അവരുടെ ആ ഒരു വിചാരത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അവർ മറ്റൊരു റെഫറൻസിലേക്ക് കൊണ്ടുപോകുമ്പോഴും നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സമ്മറിയുടെ അവരുടെ ഒരു പേഷ്യൻ്റ് കണ്ടീഷൻ്റെ ഒരു ഡോക്യുമെൻ്റ് കൊടുക്കാൻ ബാധ്യതയുള്ളവരാണ്, അത് കൊടുക്കണം.